ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ജീവിതത്തെ സന്തോഷകരമാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പലരും പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ഓരോ വ്യക്തിയും സന്തോഷം കണ്ടെത്തുന്നത് ഓരോ സാഹചര്യത്തിലാണ്. തന്നെയല്ല, സംതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ഏതൊരു കാര്യം ഷെയർ ചെയ്യുമ്പോഴും ഏത് ആറ്റിറ്റ്യൂഡിൽ അത് ചെയ്യുന്നു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പൊസിഷൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ പല ആറ്റിറ്റ്യൂഡിലാണ് അത് സംഭവിക്കുന്നത്. ഈ ഒരു രീതിയുടെ തുടക്കത്തിൽ ആലിംഗനത്തിനും ചുംബനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. തന്നെയല്ല, ഒരു വ്യക്തി നിൽക്കുന്ന പോസ്റ്റർ എന്ന് പറയുമ്പം കറക്റ്റ് ഫിഗർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആകർഷണം കൂടുതലായിട്ട് തോന്നിക്കും. തന്നെയല്ല, ഓരോന്നിൻ്റെയും സൈസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. തന്നെയല്ല, പുരുഷനെ സംബന്ധിച്ച് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും ബോഡി നന്നായിട്ട് വാം ആകുകയും ചെയ്യും. തുടക്കത്തിൽ രണ്ടുപേരും നിൽക്കുന്ന രീതി വരുമ്പോൾ ഫേസ് ടു ഫേസും ഉണ്ട്, അല്ലാതെയുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന ക്രിയകൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് പങ്കാളികളെ മാനസികമായിട്ട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ചുണ്ടുകളിൽ മാത്രമല്ല, ചെവിയുടെ ഭാഗത്ത്, കഴുത്തിൻ്റെ സൈഡിലായിട്ടൊക്കെ പെരുമാറുമ്പോൾ പങ്കാളിയിൽ നിന്നും കൂടുതൽ സ്നേഹം കിട്ടുവാണ്. അതുകൊണ്ടാണ് പ്രണയിക്കുന്നവരെല്ലാം തന്നെ തുടക്കത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. വാഗൊണ്ട് ചെയ്യുന്ന ഓരോ ക്രിയകളും മാനസികമായ അടുപ്പം കൂട്ടും. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഫേസ് ടു ഫേസ് അല്ലാതെ പുരുഷൻ പിന്നിൽ നിൽക്കുന്ന രീതി. ഈ സമയത്ത് മാറിടത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. തന്നെയല്ല, സന്തോഷത്തിൻ്റേതായിട്ടുള്ള, സ്നേഹത്തിൻ്റേതായിട്ടുള്ള പല ഹോർമോണുകളും ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൊപ്പാമൈൻ, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ. അത് വീണ്ടും ഇങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പങ്കാളികളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പുരുഷൻ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ സമയത്ത് സ്ത്രീ പങ്കാളിയുടെ കാലുകൾ പുരുഷൻ്റെ കയ്യിലാകുന്നതാണ് നല്ലത്. കാരണം ഈ സമയത്ത് കാലുകളിലെ പ്രധാനപ്പെട്ട 3 മസിൽസിനെയും നന്നായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ ബ്രെയിനിൽ നിന്ന് വരുന്ന കുറേ നെർവെൻഡിങ്സ് കാൽപാദത്തിലുണ്ട്, വിരലുകളിലുണ്ട്. അവിടെയൊക്കെ തന്നെ മുഖം കൊണ്ട് പല ക്രിയകളും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ശക്തി പ്രകടിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനാണിത്. തന്നെയല്ല, ഈ സമയത്തുള്ള പുരുഷൻ്റെ നോട്ടത്തിന് സ്ത്രീ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരോട് എത്രത്തോളം താല്പര്യമുണ്ട്, ആകർഷണമുണ്ട് എന്നൊക്കെ തന്നെ ഈ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെങ്കിലും ചെയ്തങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് സ്ട്രോക്ക് കൊടുക്കേണ്ടടുത്ത് ശക്തമായ രീതിയിൽ തന്നെ വേണം. പ്രത്യേകിച്ചും കുറച്ച് ഹാർഡായിട്ടുള്ള നേച്ചറുള്ളവർക്ക്. യഥാർത്ഥത്തിൽ നല്ല ശക്തിയുള്ള പുരുഷനെ സ്ത്രീ കാമിക്കുന്നതിൻ്റെ പിന്നിൽ കുറേ ഉദ്ദേശങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് നല്ല രീതിയിലൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും പുരുഷൻ അറിയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനം നല്ല എനർജിയും വേണം, അതുപോലെ കൺട്രോളും വേണം. എന്നുവെച്ചാൽ നല്ല താല്പര്യം വേണം, പക്ഷേ ആവേശം കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യരുത്. ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് അടിക്കാൻ പറ്റും. ചിലരെ സംബന്ധിച്ച് അവരിതിനകത്ത് കൂടുതൽ ധൃതി കാണിക്കുന്നു, ക്ഷമയില്ലായ്മ കാണിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യങ്ങളൊക്കെ പതിയെ സെറ്റായാൽ മതി. ഫേസ് ടു ഫേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് റെസ്പോൺസ് ലൈവായിട്ട് അറിയാൻ പറ്റും. അതുപോലെ പുരുഷനെ സംബന്ധിച്ച് ഈ തുടക്കത്തിൽ കാണിക്കുന്ന അമിതമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കാരണം ചില സാഹചര്യത്തിൽ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാൽ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് മാറും. ചില സ്ത്രീ പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ ഇഷ്ടമാണ്. കാരണം മറ്റ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ശരീരത്തിന് വലിയ സ്ട്രെയിൻ വരുന്നില്ല. തന്നെയല്ല, പങ്കാളിയുടെ പെർഫോമൻസ് നേരിട്ട് കാണുകയും ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ച് സ്പർശനത്തിൽ കൂടിയാണ് ആ ഒരു മൂഡ് വരുന്നതെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് സങ്കല്പത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഏത് വെറൈറ്റി ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്വകാര്യ സങ്കല്പം ഉണ്ടാവണം. ചിലരെ സംബന്ധിച്ച് ഇതിനകത്തൊന്നും ഒരു താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാൻറ്റസിയും കാണാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സമയത്ത് അതൊക്കെ വേണ്ടുവോളം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ടും മനസ്സിൻ്റെ സമ്മർദ്ദം കൊണ്ടും അതൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കുറച്ച് സമയം ബോധപൂർവം അതിനുവേണ്ടി മാറ്റി വെക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.